യശയ്യാപ്രവചനം 53 അധ്യായം, യശയ്യാപ്രവചനം 53 2 വാക്യത്തിൽ ഇങ്ങനെയാണ്: വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ, വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ. വരണ്ട നിലമായ മറിയുടെ ഉദരത്തിനകത്ത് സ്തോത്രം ഒരു വേരിനെ എൻ്റെ ദൈവം മുളപ്പിക്കുന്നു. സ്തോത്രം. അതെങ്ങനെയാണ്? വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീരുന്നു. അത് ആരാണ് ഉരുവാക്കിയത്? ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ അയച്ചാണ്. പരിശുദ്ധാത്മാവിൽ ഉരുവായി എന്നാണ് നമ്മൾ വചനത്തിനകത്ത് വായിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വചനം ജഡമാക്കി, വചനം ജഡമാക്കി. സ്തോത്രം. വരണ്ട നിലത്ത് ഒരു വേരിനെ മുളപ്പിക്കുന്നു, വചനത്തെ ജഡമാക്കുന്നു. പരിശുദ്ധാത്മാവ് വചനത്തെ ജഡമാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അവൻ ജഡത്തിൽ വെളിപ്പെടുക. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ ജഡത്തിനകത്ത് അവൻ സാക്ഷാൽ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാകുന്ന ജഡത്തിനകത്ത് പിതാവായ ദൈവം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എത്രയോ സംഭവങ്ങൾ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. അവൻ ദൈവപുത്രനായിട്ട് വെളിപ്പെടുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ലൂക്കോസ് സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യത്വത്തെക്കുറിച്ച്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ തന്നെ ദൈവത്വമുണ്ടെന്ന് തെളിയിക്കുന്നു. അപ്പോൾ ജഡത്തിനകത്ത് ദൈവത്വം വെളിപ്പെടുത്തുന്നു. സ്തോത്രം. സാക്ഷാൽ ക്രിസ്തു ജഡത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ജനിച്ചതിന് ശേഷം ആ ജഡത്തിൽ ദൈവത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആർക്കും അവനെ തകർക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അതാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തികൾ, ദൈവത്വത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് ദൈവഭക്തിയുടെ മർമ്മത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ജഡത്തിൽ വെളിപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു അങ്ങനെയായിരുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നു, ദൈവത്വം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. സാക്ഷാൽ ദൈവമായിട്ട് തന്നെ ആ ജഡത്തിനകത്ത് തന്നെ ദൈവത്വം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ ദൈവത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കണം, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് ദൈവഭക്തിയുടെ മർമ്മത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ജഡത്തിൽ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടാതെ ആത്മാവിൻ്റെ പ്രവൃത്തികളെ, സ്തോത്രം, വെളിപ്പെടുത്തുന്നതാണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളുമുണ്ട്, ആത്മാവിൻ്റെ പ്രവൃത്തികളുമുണ്ട്. ഗലാത്യലേഖനം 5 അധ്യായം വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെ ഒരു പ്രവൃത്തി പോലും അവൻ്റെ ആ ജഡത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം സമ്മതിച്ചില്ല. പിന്നെ എന്താ വെളിപ്പെട്ടത്? ആത്മാവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു, ദൈവത്വത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു. അതാണ് ജഡത്തിൽ വെളിപ്പെടുക എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവഭക്തിയുടെ മർമ്മം ഒന്നാമത് ജഡത്തിൽ വെളിപ്പെടുക. സ്തോത്രം. രണ്ടാമത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. സ്തോത്രം. നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, ഈ മനുഷ്യത്വത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ആത്മാവിലുള്ളൊരു നീതീകരണം വെളിപ്പെടണം. സ്തോത്രം. നമുക്കറിയാം ജഡത്തിൽ, സ്തോത്രം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വവശം, ഭിന്നത. സ്തോത്രം. ഈ വക പ്രവൃത്തികൾ ജഡത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, നീതിയല്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയം, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ അത് നിന്നിൽ വെളിപ്പെടുമ്പോഴാണ് ആത്മാവിലുള്ള നീതികരം വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. മറ്റത് അനീതിയുടെ പ്രവർത്തനങ്ങളാണ്. ഹല്ലേലൂയ. അനീതിയുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി
ആത്മാവിൻ്റെ നീതീകരണത്തിൻ്റെ പ്രവൃത്തികൾ നിന്നിൽ വെളിപ്പെടുന്നതാണ് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ സ്തോത്രം, ഭക്തിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്താണ്? സ്തോത്രം, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ആത്മാവിൽ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയാണ്. ജഡത്തിൻ്റെ ഒരു ഫലങ്ങളും പുറപ്പെടുവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തു അനുവദിച്ചില്ല. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം ചെല്ലുന്നിടത്തെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തിൽ, ആ മനുഷ്യത്വത്തിൽ ഇത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് സ്തോത്രം, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. സ്തോത്രം, കാരണം ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം പരീക്ഷ 40 ദിവസം ഉപവാസത്തിന് ശേഷം പരീക്ഷയിൽ അകപ്പെട്ടു അല്ലേ? സ്തോത്രം, സാത്താൻ വന്ന് അവനെ പരീക്ഷിക്കാമെന്നു. പരീക്ഷകളെ ജയിച്ചതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ ദൂതന്മാർ ശുശ്രൂഷിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ അങ്ങനെ വാക്യം എഴുതിയിരിക്കുന്നത്, ദൂതന്മാർ ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞാൽ ദൂതന്മാർക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം അവൻ്റെ ആത്മീയ ജീവിതം അത്രയ്ക്കും കറക്റ്റായിരുന്നു. സാത്താൻ്റെ വെല്ലുവിളികൾ ഉയർത്തിയിട്ടും, സാത്താൻ 3 വട്ടം അവനെ പരീക്ഷിച്ചിട്ടും അവൻ പരാജയപ്പെട്ടില്ല. സാത്താനെ എന്ന് അവനെ ശാസിച്ചതിന് ശേഷം, സാത്താൻ അവന് വിട്ടുപോയതിന് ശേഷം ദൂതന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. ദൂതന്മാർക്ക് ശുശ്രൂഷിക്കുന്ന തലത്തിൽ അവൻ്റെ ജീവിതം വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവജനമേ, സാത്താനായിരുന്നു അവനെ ശുശ്രൂഷിക്കാൻ നോക്കിയത്. സ്തോത്രം, ദൈവാലയത്തിൽ കൊണ്ടുപോയി കല്ലിനെ കാണിച്ച് അപ്പമാകാൻ പറഞ്ഞു. സ്തോത്രം, ഈ വലിയ മലയിൽ കൊണ്ടുപോയിട്ട് ഈ കാണുന്നതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. സ്തോത്രം, സാത്താനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സാത്താനെ ശാസിച്ചിട്ട് ദൂതന്മാർക്ക് ശുശ്രൂഷിക്കുവാൻ അവൻ്റെ ജീവിതത്തെ, അവൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അവൻ ദൂതന്മാർക്ക് സ്തോത്രം പ്രത്യക്ഷനായതുപോലെ ഇന്ന് പകൽക്കാലം സാത്താനെ പ്രത്യക്ഷനാകുകയല്ല നമ്മൾ വേണ്ടത്. പിന്നെ എന്താ? നമ്മുടെ ജീവിതം ദൂതന്മാർക്ക് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ മാറ്റി വെച്ചു കൊടുക്കണം. സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്താ പറയുന്നത്? തൻ്റെ ദൂതന്മാരോട് ഞാൻ കൽപ്പിക്കും, നിന്റെ കാല് കല്ലിൽ തട്ടി വീഴാതവണ്ണം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ, ദൂതന്മാർക്ക് നിന്റെ മുമ്പിൽ പ്രത്യക്ഷനാകത്തക്ക നിലയിൽ നിന്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെടണമെന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവഭക്തിയുടെ മർമ്മത്തിനകത്ത് മൂന്നാമത്തെ കാര്യം, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ജാതികളുടെ ഇടയിൽ, നാലാമത്, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടണമെങ്കിൽ മുമ്പ് പറഞ്ഞ 3 ക്വാളിറ്റികൾ നമ്മളിലുണ്ടായിരിക്കണം. ദൈവഭക്തിയുടെ മർമ്മത്തിനകത്തുള്ള 4ാമത്തെ ക്വാളിറ്റിയാണ് സ്തോത്രം, ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യണം? സ്തോത്രം, പ്രസംഗിക്കപ്പെടണമെങ്കിൽ മുമ്പ് പറഞ്ഞ 3 ക്വാളിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്താണ്? സ്തോത്രം, ജഡത്തിൽ ദൈവത്വത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഫലമായ നീതീകരണം നമ്മളിൽ നടക്കണം. ദൂതന്മാർക്ക് പ്രത്യക്ഷനാകുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ കറപ്ഷൻ നടക്കണം. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധീകരണം നടക്കണം. ഇങ്ങനെ ഈ 3 കൂട്ടം കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ചിലരിതൊന്നുമില്ലാതെ പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായി നമുക്ക് പ്രസംഗിക്കാം. കാരണം എന്നിൽ ഈ 3 കൂട്ടം കാര്യങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് ദൈവഭക്തിയുടെ ഒരു മർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. 5ാമത്തെ കാര്യം, സ്തോത്രം, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. സ്തോത്രം, മുമ്പ് പറഞ്ഞ 4 കൂട്ടം കാര്യം നിന്നിലുണ്ടെങ്കിൽ ലോകം നിന്നെക്കുറിച്ച് വിശ്വസിക്കും. എന്താണ്? സ്തോത്രം, ജഡത്തിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. ജഡത്തിൽ നിന്നിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടണം. സ്തോത്രം, ആത്മാവിൻ്റെ നീതീകരണം നിന്നിൽ നടക്കണം. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടണം. നീ പ്രസംഗിക്കണം. സ്തോത്രം, പ്രസംഗിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നിന്നിൽ സ്തോത്രം ഹല്ലേലൂയ വിശ്വസിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഈ 4 കൂട്ടം കാര്യങ്ങളുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, ലോകത്തിൽ വിശ്വസിക്കപ്പെടണമെങ്കിൽ ഈ 4 ക്വാളിറ്റികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് നീ സ്തോത്രം ഹല്ലേലൂയ പ്രസംഗിക്കാവൂ. നീ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 6ാമത്തെ കാര്യം, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവജനമേ,
നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന് പറയുകയും തേജസ്സിൽ എടുക്കപ്പെടില്ല എന്നുള്ളൊരു അവിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മം പൂർണ്ണമാകത്തില്ല. സ്തോത്രം. ദൈവഭക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് മാത്രമാണെന്ന് ചിന്തിക്കരുത്. തേജസ്സിൽ എടുക്കപ്പെടുമെന്നുള്ള ആഴമായൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഈ ഭൂമിയിൽ വെച്ച് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയുടെ മർമ്മം പൂർണ്ണമാകുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നിന്ന് പോകുന്നതിനേക്കാളും മുമ്പ് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും. അവന് പൂർണ്ണമായ ഉറപ്പ് ജഡത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എടുക്കപ്പെടും, ഞാൻ പോകും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെല്ലും, ഞാൻ സ്വർഗീയ പ്രതീക്ഷയിൽ പോകുമെന്നുള്ളൊരു ഉറപ്പ് സ്തോത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ തേജസ്സിൽ എടുക്കപ്പെടുമെന്ന് പറയുന്നത്. സ്തോത്രം. എന്ന പകൽക്കാലം ദൈവജനമേ, ദൈവഭക്തിയുടെ മർമ്മം 6 കാര്യങ്ങളാണ്. ഈ 6 ക്വാളിറ്റികൾ നമ്മളിലുണ്ടെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മം നിന്നിലുണ്ടെന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ സ്തോത്രം സംഭവിക്കാവൂ, നടക്കാവൂ. ഈ പ്രഭാതത്തിൽ അങ്ങനെയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മം നമ്മളിൽ സ്തോത്രം ഹല്ലേലൂയ അത് വെളിപ്പെടുവാൻ ഇതൊരു മർമ്മമാണ്. ഇതൊരു മർമ്മമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ല, ഇത് വെളിപ്പെടേണ്ട കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജഡത്തിൽ വെളിപ്പെടേണ്ട ആത്മാവിൻ്റെ പ്രവൃത്തികളുണ്ട്. സ്തോത്രം. ആത്മാവിൽ നീതീകരിക്കപ്പെടേണ്ട, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൂതന്മാർക്ക് പ്രത്യക്ഷനാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കണമെന്ന് ദൈവാത്മവചനം പഠിപ്പിക്കുന്നു. നമ്മൾ ജാതികളുടെ ഇടയിൽ ശക്തമായി പ്രസംഗിക്കപ്പെടുന്നവരായിരിക്കണം. ലോകത്തിൽ വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം. സ്തോത്രം. ഹല്ലേലൂയ. തേജസ്സിൽ എടുക്കപ്പെടുമെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാകുമെണ്ണം വലിയതാകുന്നു. ഇതൊരു വലിയ പ്രവൃത്തിയാണ് കേട്ടോ. ഇതൊരു വലിയ പ്രവൃത്തി, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ പ്രവൃത്തിയാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു വലിയ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുമ്പോഴാണ് സ്തോത്രം ഇതുവരെ കാണാത്ത, ഇതുവരെ സംഭവിക്കാത്ത ചില ദൈവ നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. അവൻ ചെല്ലുന്നിടത്തെല്ലാം വ്യത്യാസമുള്ളവനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പഴയ പാരമ്പര്യത്തിൻ്റെ തലങ്ങളിൽ സ്തോത്രം മാറ്റപ്പെടുക. അവൻ പോയി. സ്തോത്രം. എവിടെ പോയി? ഹല്ലേലൂയ. സ്തോത്രം. 38 വർഷമായി രോഗിയായി കിടക്കുന്നതിൻ്റെ അടുത്ത് ചെന്നിട്ട് 38 വർഷത്തെ പാരമ്പര്യത്തിൻ്റെ ചില സംഭവങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ 38 വർഷത്തെ ആ കുളത്തിനകത്ത് നടക്കുന്ന സംഭവത്തെ അവൻ ചേഞ്ചസ് ആക്കി മാറ്റി. എന്താ മാറ്റിയത്? നീ മനസ്സുകൊണ്ട് വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ കിടക്കിയെടുത്ത് നടക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുമെന്ന്. സ്തോത്രം. ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്തോത്രം അവിടെ അവിടുത്തെ ഒരു ചേഞ്ചസ് ആക്കി മാറ്റി, ഒരു മാറ്റമാക്കി മാറ്റി. അപ്പോൾ ദൈവഭക്തിയിൽ ജീവിക്കുമ്പോൾ ചെല്ലുന്നിടത്തെല്ലാം പഴയ കാര്യങ്ങൾക്കൊരു മാറ്റം, പുതുമയുണ്ടാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കും. സ്തോത്രം. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം മുറുകെ പിടിച്ചാൽ സ്തോത്രം നിന്റെ ജീവിതത്തിൽ പഴയ ആ സംഭവത്തിൽ നിന്ന് മാറ്റി പുതിയൊരു അനുഭവത്തിലേക്ക് എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തെ കൊണ്ടുവരും. സ്തോത്രം. ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച സംഭവത്തെ ഉയർപ്പിക്കുന്നത് ഈ ലോകത്തിൽ അവർ കണ്ടിട്ടില്ല. കാരണം എന്താ? ദൈവഭക്തിയുടെ മർമ്മം മുറുകെ പിടിച്ച കർത്താവ് ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിലെത്തിയപ്പോൾ സ്തോത്രം അടക്കം ചെയ്തതേ കല്ലറയെക്കുറിച്ച് കണ്ടിട്ടുള്ളൂ. കല്ലറയ്ക്കകത്ത് ഇന്നവരെ അടക്കിയ അനുഭവമേ കണ്ടിട്ടുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേൽപ്പിച്ച അനുഭവം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എന്ന പകൽക്കാലം ദൈവജനമേ, ദൈവഭക്തിയുടെ മർമ്മം മുറുകെ പിടിച്ച കർത്താവ് സ്തോത്രം എന്ത് ചെയ്തു? അവിടെ വ്യത്യാസമുണ്ടാക്കി. കല്ലറയ്ക്കകത്ത് നിങ്ങൾ അടക്കുന്നത് മാത്രമേ കണ്ടിട്ടെങ്കിൽ ഇന്ന് കണ്ടോ ഒരു ഉയർപ്പിക്കുന്നൊരു അനുഭവം നിങ്ങൾ കാണും. ഇതുവരെ കാണാത്ത ഒരു അനുഭവത്തിലേക്ക് അവിടെ ഒരു പുതിയൊരു അനുഭവം ഉണ്ടാക്കിയെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം കല്ലറയുടെ അനുഭവത്തിൽ നിന്ന്, ഇതുവരെ കാണാത്തൊരനുഭവത്തിൽ നിന്ന് പുതിയൊരു അനുഭവത്തിലേക്ക് ലാസറിൻ്റെ ഭവനത്തെ മാറ്റിയതുപോലെ ദൈവഭക്തിയുടെ
മർമ്മമായി 6 കൂട്ടം കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ ഇതുവരെ കാണാത്ത പുതിയൊരു അനുഭവത്തിലേക്ക് എൻ്റെ കർത്താവ് കാണിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ചിലത് കാണുവാനിടയായി തീരുമെന്ന് തിരുവെടുത്ത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മം നമ്മൾ മുറുകെ പിടിക്കാം. മുറുകെ പിടിച്ചാൽ സ്തോത്രം, ഈ 6 ക്വാളിറ്റികൾ നമ്മുടെ ഈ ജഡത്തിനകത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ ഈ ജഡത്തിനകത്ത് ഇതുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും.